The Real FM 103.6. ശ്രദ്ധ. രാജ്യത്തെ കോടതികളിൽ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ദയാവധം എന്നത്. ഇത് സംബന്ധിച്ച് ഒരു കരട് മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ ഈയിടെ പുറത്തിറക്കുകയുണ്ടായി. ചികിത്സിച്ച് ഭേദമാക്കാനാവാത്ത രോഗബാധിതരായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് അവരുടെയോ അവരുടെ ബന്ധുക്കളുടെയോ അനുമതിയോടെ ദയാവധം അനുവദിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാം എന്നതാണ് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കരട് മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ TR രാജൻ. പാസീവ് യുത്തനേഷ്യയിലെ പെർമിസിബിൾ ആണ്. സുപ്രീം കോടതി വിധി പ്രകാരമാണ് ഇത് പെർമിസിബിൾ ആക്കിയിട്ടുള്ളത്. ഒരാള് വെജിറ്റേറ്റിംഗ് ആണെങ്കിൽ അയാളുടെ ഡിയർ റിലേറ്റീവ്സിനെ ഹൈക്കോടതിയെ സമീപിക്കാം. ഹൈക്കോടതി ഡോക്ടർമാരുടെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ച് അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി അത് പെർമിറ്റ് ചെയ്യുകയോ പെർമിറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. കോടതി പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ യുത്തനേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യാം. അതാണ് ഇപ്പോഴത്തെ നിയമം. ആക്റ്റീവ് യുത്തനേഷ്യ ഇതുവരെ പെർമിറ്റ് ചെയ്തിട്ടില്ല. ആക്റ്റീവ് യുത്തനേഷ്യ പാസീവ് യുത്തനേഷ്യ നമ്മൾ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസീവ് യുത്തനേഷ്യയില് ഒരാൾ വെജിറ്റേറ്റിംഗ് ആണെങ്കിൽ അയാളുടെ ബന്ധുക്കള് ഹൈക്കോർട്ടിലേക്ക് പെറ്റീഷൻ കൊടുക്കും. ആക്റ്റീവ് യുത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തന്നെ പെറ്റീഷൻ കൊടുക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് ആക്റ്റീവ് യുത്തനേഷ്യ എന്ന് പറയുന്നത്. അത് ഇതുവരെ പെർമിറ്റ് ചെയ്തിട്ടില്ല. കാരണം അതിന് സൂയിസൈഡിന്റെ ഒരു പരിധിയിലും ഒരു പരിധി വരെ അത് വരും. പക്ഷെ ഒരാള് വെജിറ്റേറ്റിംഗ് ആണെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് വരില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാളെ മരിക്കാൻ അനുവദിക്കുന്നതല്ലേ നല്ലത്. അയാളുടെ ജീവിതം പ്രൊലോങ് ചെയ്തിട്ട് എന്താണ് പ്രയോജനം? ആർക്കാണ് പ്രയോജനം? മാത്രമല്ല അത് അയാൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമല്ലേ അത്. അതുകൊണ്ട് ദയാവധം പെർമിറ്റ് ചെയ്യണം തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പാസീവ് യുത്തനേഷ്യ പെർമിറ്റ് ചെയ്യാനുള്ള കാര്യം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 എല്ലാവർക്കും റൈറ്റ് ടു ലൈഫ് നൽകുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ് എന്നതിനെ സുപ്രീം കോടതി പല വിധികളിലും റൈറ്റ് ടു മീനിങ്ഫുൾ ലൈഫ്, റൈറ്റ് ടു പർപ്പസ്ഫുൾ ലൈഫ് എന്ന രീതിയിലാണ് അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വെറുതെ ഒരു നരകിച്ച ഒരു ജീവിതമല്ല ആർട്ടിക്കിൾ 21 പ്രകാരം വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ ജീവിക്കുക എന്നുള്ളതല്ല, മീനിങ്ഫുൾ ആയിട്ടുള്ള ജീവിതം ഒരു വെജിറ്റേറ്റിംഗ് ആൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും തിരികെ നോർമൽ ലൈഫിലേക്ക് ഒരു വെജിറ്റേറ്റിംഗ് ആൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ യുത്തനേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചി ഘടകത്തിന്റെ മുൻ പ്രസിഡന്റ് ഡോക്ടർ രാജീവ് ജയദേവൻ. ഇന്റൻസീവ് കെയർ ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് നിരസിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ കഴിവില്ലാത്ത ഒരു വ്യക്തിയുടെ കേസിലാണ് ഈ ഒരു തീരുമാനം എടുക്കേണ്ടതെങ്കിൽ അത് ആരെടുക്കും, എങ്ങനെ എടുക്കണം, എപ്രകാരം എടുക്കണം, അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെ, ഇങ്ങനെയുള്ള ഡിസ്കഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. ഇതുവരെ ഇപ്രകാരമുള്ള തീരുമാനങ്ങൾ ഡോക്ടർമാരും രോഗിയുടെ അടുത്ത ബന്ധുക്കളും ചേർന്ന് പലതവണ ഡിസ്കഷൻ നടത്തിയതിനു ശേഷമാണ് ഇത്തരം തീരുമാനങ്ങൾ ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്. ഇതേ തീരുമാനങ്ങൾ എടുക്കാനായി ഒഫീഷ്യലായിട്ടുള്ള 2 രീതിയിലുള്ള മെഡിക്കൽ ബോർഡുകൾ, പ്രൈമറി മെഡിക്കൽ ബോർഡ് ആൻഡ് സെക്കൻഡറി മെഡിക്കൽ ബോർഡ് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ഡയറക്ഷനാണ് ഇന്ത്യൻ ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇതിന് നല്ല വശങ്ങളുമുണ്ട്, നല്ലതല്ലാത്ത വശങ്ങളുമുണ്ട്. രോഗിയുടെ ചികിത്സ ദുർഘടമാക്കുന്നതും അതുപോലെ തന്നെ ഡോക്ടർ രോഗി ബന്ധം വഷളാക്കുന്ന രീതിയിലും ഡോക്ടർമാരുടെ പ്രവർത്തനത്തെ പരോക്ഷമായിട്ട് ബാധിക്കുകയും ചെയ്യുന്ന ചില ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം ഒരു രോഗിയെ ഡോക്ടർ ചികിത്സിക്കുന്നത് ട്രസ്റ്റിന്റെ ബേസിസിലാണ്. ഈ ട്രസ്റ്റ് 2 ദിശയിലും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഈ 2 ദിശയിലും ഉണ്ടാകേണ്ട ആ വിശ്വാസത്തെ ചില വാചകങ്ങൾക്കുള്ളിൽ നമുക്ക് ഒതുക്കാൻ സാധിക്കുകയില്ല. ഓരോ രോഗിയുടെയും കാര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് അതാത് സാഹചര്യത്തിൽ ആ രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും രോഗിയുടെ ബന്ധുക്കളും രോഗിയും ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ വന്നു കഴിഞ്ഞാൽ ആ തീരുമാനം ചിലപ്പോൾ നടക്കാതെ പോകാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് ദയാവധം അല്ലെങ്കിൽ യൂത്തനേഷ്യ എന്നുള്ള ആശയം. യൂത്തനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചികിത്സ ഫലിക്കാതെ വരുന്ന ദുഷ്കരമായിട്ടുള്ള രോഗാവസ്ഥകളിൽ പെട്ടിരിക്കുന്നവർക്ക്
മരണം ഒരു വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ദയാവധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കടുത്ത വേദന അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ആരോഗ്യാവസ്ഥ, ചികിത്സ കൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ലാതെ ഇരിക്കുക, വല്ലാത്ത സഫറിങ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള കേസുകളിലാണ് ദയാവധം എന്നുള്ള ആശയം ഉയർന്നു വരുന്നതെങ്കിലും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വളരെയധികം എത്തിക്സ് ഉള്ള ഒരു ടോപ്പിക്കാണിത്. അതായത് നമ്മുടെ രാജ്യത്ത് ദയാവധം എന്നുള്ളത് ഇല്ലീഗലാണ്. ഒരു വ്യക്തിയുടെ ജീവൻ അവസാനിപ്പിക്കാൻ ഒരു വ്യക്തിക്കും അവകാശമില്ല. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ സുലഭമായി നടന്നു വരുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ 2 മുതൽ 5 വരെ ശതമാനം മരണങ്ങൾ പോലും ഈ ദയാവധത്തിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ അസിസ്റ്റഡ് സൂയിസൈഡും നടന്നു വരുന്നുണ്ട്. അതായത് രോഗിക്ക് സ്വയം ജീവൻ എടുക്കാനുള്ള പ്രത്യേക സാഹചര്യം ഒരുക്കുന്നുണ്ട്. അത് മെഡിക്കൽ സപ്പോർട്ടോട് കൂടിയുള്ള ചില രീതിയിലാണ് ചെയ്തു വരുന്നത്. ഇതും വളരെ സങ്കീർണമായിട്ടുള്ള മെഡിസിനും എത്തിക്സും ലോയും ഒരുമിച്ച് ചേരുന്ന ഒരു പോയിന്റാണ്. ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്ന പലരും ഉണ്ടെങ്കിലും ഇതിന് ചില മറുവശങ്ങളുണ്ട്. ഇപ്രകാരം ഒരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ നിലവിൽ വരികയാണെങ്കിൽ അത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിരാലംബരായി കഴിയുന്ന പലർക്കും ഇത് ഭീഷണിയായിട്ട് മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം ഒരു ദയാവധം ഇതുവരെ ഒരു നിയമപരമായിട്ട് കൊണ്ടുവരാത്തത്. KGNA സംസ്ഥാന കമ്മിറ്റി അംഗം ഷീജ മനോജിന്റെ പ്രതികരണം. ദയാവധം എന്നുള്ളൊരു ടോപ്പിക് വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു ആരോഗ്യ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ പേഴ്സണലി ഇതിനോട് എതിരാണ്. പല പല ആസ്പെക്ട്സ് ഉണ്ട് ദയാവധത്തിന്. ഒരാളെ ജീവിക്കാനുള്ള ഒരു അവകാശത്തെ മറ്റൊരാൾക്ക് ഇല്ലാതാക്കാനുള്ള ഒരു അധികാരം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില കണ്ടീഷൻസിൽ ദയാവധം ആവശ്യമാണ് എന്നുള്ള രീതിയിലൊക്കെ പബ്ലിക് ഒപ്പീനിയൻസ് വരാറുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് 1973 മുംബൈ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫ് നഴ്സ് ആയിരുന്ന 23 വയസ്സുള്ള അരുണ ശാൻബാഗിന് ഉണ്ടായിട്ടുള്ള ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പൊ ആ കുട്ടി 42 വർഷത്തോളം ജസ്റ്റ് ഒരു ശ്വാസം മാത്രമായിട്ട് കിടക്കുമായിരുന്നു. ആദ്യമൊക്കെ ഫുഡ് പറ്റുമായിരുന്നു, പിന്നെ അതൊരു പൈപ്പിലൂടെ കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ആ ഒരു ആശുപത്രിയിൽ അവളുടെ സഹപ്രവർത്തകർ ആരും തന്നെ അവളെ വിട്ടുകൊടുത്തിട്ടില്ല. നേരെ KM ഹോസ്പിറ്റലിന്റെ തന്നെ ഒരു മുറിയിൽ അവരെല്ലാവരും കൂടി അവളെ ശുശ്രൂഷിക്കുകയാണ് ഉണ്ടായത്. ഓരോരോ ഷിഫ്റ്റിലും ഓരോരുത്തർ മാറി നിന്നുകൊണ്ട് 42ഓളം വർഷം അവരങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ട് കൂടെ നിന്നു. ആ സമയത്താണ് ഒരു പിങ്കി വിറാനി അവളെ കാണാൻ വരികയും അവളുടെ സ്റ്റോറീസ് പഠിച്ച് മനസ്സിലാക്കി അവരൊരു പുസ്തകം എഴുതുക കൂടി ചെയ്തു. അരുണ സ്റ്റോറി പറഞ്ഞിട്ട് അവരാണ് ഇവളുടെ ഈ അവസ്ഥ കണ്ടിട്ട് നമുക്ക് അന്തസ്സോട് കൂടി മരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പിങ്കി വിറാനിയാണ് ഈ ഒരു കേസ് ഫയൽ ചെയ്തത്. പക്ഷെ അപ്പോഴും അവളുടെ സഹപ്രവർത്തകർ വിട്ടുകൊടുത്തിട്ടില്ല. മരണം വരെ ഞങ്ങൾ അവളെ നോക്കിക്കോളും, സ്വയം അവൾ എപ്പോൾ മരിക്കുന്നോ അപ്പം മരിച്ചോട്ടെ, അല്ലാതെ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തക എന്ന നിലയ്ക്ക് എനിക്ക് ഇതിനോട് യാതൊരു യോജിപ്പുമില്ല. കാരണം നമ്മളെ മെഡിക്കൽ സയൻസ് നമ്മൾ പാലിയേറ്റീവ് കെയർ പറഞ്ഞിട്ടൊരു വിഭാഗം തന്നെയുണ്ട്. അപ്പൊ ഈ മരണത്തിന് വിട്ടുകൊടുക്കാൻ വെക്കുകയാണെങ്കിൽ പിന്നെ പാലിയേറ്റീവ് കെയറിന് എന്താ അർത്ഥമുള്ളത്? കിടപ്പ് രോഗികൾക്കായിട്ടാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ, അവര് ഏറ്റവും സമാധാനത്തോടു കൂടി മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ ഉണ്ടാക്കുന്നത്. അപ്പോ ഇവർക്ക് ഇങ്ങനെ ദയാവധം എന്നുള്ള രീതിയിൽ നമ്മൾ കിടപ്പ് രോഗികളെ അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത ശ്വാസം മാത്രമായി കിടക്കുന്നവരെ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെ ആരോഗ്യ മേഖലയിൽ അർത്ഥമില്ലാതാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദയാവധം ലീഗലൈസ്ഡ് ആയാൽ ഇതിന്റെ മറവിൽ ഒരു ലൂപ്പ് ഹോൾ ആയിട്ട് ഒരു മറയായിട്ട് കൊലപാതകം എന്നുള്ള രീതിയിൽ തന്നെ പോകാലോ. ഇനി മറ്റൊരു വിഷയത്തിലേക്ക്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഇതോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ ശുചിത്വവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സ്വച്ഛതാ സഹയോഗ് എന്ന പരിപാടിക്ക് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾക്ക് സെപ്റ്റംബർ 14 മുതൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വച്ഛതാ സഹയോഗ് എന്ന പരിപാടി നടത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മഹാത്മജിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വൃത്തിയും വെടുപ്പുമുള്ള ഭാരതം എന്നുള്ളത്. 73 വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് ആ സങ്കല്പം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ന് രാജ്യത്ത് ശൗചാലയങ്ങൾക്ക് ക്ഷാമമില്ല. രാജ്യത്ത് ശുചിത്വം എന്നുള്ളത് സ്കൂൾ തലം മുതൽ ഒരു പാഠ്യ വിഷയമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം സ്വച്ഛത എന്നുള്ളത് ഒരു ജീവിത സന്ദേശമായി മാറിയിരിക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 2 ഭാരത സർക്കാരിന്റെ ആഹ്വാന പ്രകാരം രാജ്യമെമ്പാടും ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ ശുചീകരിക്കുവാനും ശുചിത്വം നിലനിർത്താനുള്ള സന്ദേശം നൽകുവാനും തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഒക്ടോബർ 2 മാത്രം നടത്തി വന്നിരുന്ന ശുചിത്വ പരിപാടി 365 ദിവസവും
നിലനിർത്താനും അത് ആചരിച്ചു വരാനുമുള്ള ഒരു രീതി രാജ്യത്ത് നടപ്പിലാക്കിയിരിക്കുന്നു. ശുചിത്വം രാജ്യത്തിലെ ഒരു മുഖമുദ്രയായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. വരും തലമുറയ്ക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശവുമാണിത്. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.